റേഡിയോ നീതിയിൽ 107.8 എഫിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സിനി ട്രാക്കിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ RJ മറിയവാണ്. മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് ഒരുക്കിയ കാർട്ടൂൺ ഡ്രാമ ത്രില്ലർ നേരിന് ഗംഭീര അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അഭിഭാഷകനായി എത്തുന്ന മോഹൻലാലിന്റെ ത്രസിപ്പിക്കുന്ന പ്രകടനമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. അനശ്വര രാജന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ സിനിമയിൽ നിന്നും റിപ്പോർട്ടുണ്ട്. ജിത്തു മോഹൻലാൽ കൂട്ടുകെട്ട് ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ നമുക്ക് ഏറെയാണ്. ആ പ്രതീക്ഷകൾക്ക് കോട്ടം തട്ടിയില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇമോഷണൽ കാർട്ടൂൺ ഡ്രാമയായി ചിത്രത്തെ അവതരിപ്പിക്കുന്നതിൽ ജിത്തു 100% വിജയിച്ചു എന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നു. എല്ലാവരുടെയും അഭിനയം അങ്ങേയറ്റം മികവുറ്റതാണെങ്കിലും സിദ്ദിഖാണ് കയ്യടി നേടിയ പ്രധാന താരം. എലോണിന് ശേഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം കൂടിയാണിത്. ജിത്തു ജോസഫിനൊപ്പം ഈ 4ാമത്തെ സിനിമയാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. ദൃശ്യം ഉൾപ്പെടെ കഴിഞ്ഞ 3 സിനിമകളിലും മികച്ച വിജയം കരസ്ഥമാക്കി വീണ്ടും ഒരു സക്സസ് കൂട്ടുകെട്ടിലെത്തുന്ന നേര് പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രതീക്ഷയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കോടതിയും വ്യവഹാരവും നിയമയുദ്ധവുമൊക്കെ തികച്ചും റിയലിസ്റ്റിക് ആയി അവതരിപ്പിക്കുന്ന ഒരു ലീഗ് ത്രില്ലർ ഡ്രാമ. അതോടൊപ്പം ഈ ചിത്രം ശക്തമായ ഒരു കുടുംബ ബന്ധങ്ങളിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. പ്രിയാമണി, നന്ദു, ദിനേശ് പ്രഭാകർ, ശങ്കർ ഇന്ദ്രചൂഡൻ, മാത്യു വർഗീസ്, കലേഷ്, രമാദേവി, കലാഭവൻ ജിൻഡു, രശ്മി അനിൽ, ഡോക്ടർ പ്രശാന്ത് എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളാണ്. ശാന്തി മായാദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് നേരിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു ശ്യാം ഈണം പകർന്നിരിക്കുന്നു. ഛായാഗ്രഹണം സതീഷ് കുറുപ്പും, എഡിറ്റിംഗ് VS വിനായക്, കലാസംവിധാനം ബോബൻ, കോസ്റ്റ്യൂം ഡിസൈനർ ലിൻഡു ജിത്തുമാണ്. ഏത് വേഷം കിട്ടിയാലും ഭദ്രമാക്കുന്നവരാണ് മോഹൻലാൽ, സിദ്ദിഖ്, ജഗദീഷ്, ഗണേഷ് തുടങ്ങിയവർ. അനശ്വര രാജൻ, പ്രിയാമണി തുടങ്ങിയവർ ഈ സിനിമയെ ജീവസുറ്റതാക്കി. വിജയ് മോഹൻ വക്കീലായി മോഹൻലാലും എതിർഭാഗം വക്കീലായി സിദ്ദിഖും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട, കാഴ്ചയില്ലാത്ത, എന്നാൽ വളരെ ഇന്റലിജൻസ് പ്രകടിപ്പിക്കുന്ന ഇരയുടെ വേദനകൾ ഭാവാഭിനയത്തിലൂടെ അനശ്വര ജീവസുറ്റതാക്കി മാറ്റി. അതുപോലെ പ്രിയാമണിയുടെ കഥാപാത്രവും മോഹൻലാലിന്റെ വിജയ് മോഹൻ എന്ന ആശയുടെ കൂമ്പടഞ്ഞ വക്കീലിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കാൻ അഹാന നടത്തുന്ന പരിശ്രമവും ഡയലോഗ്സും പ്രേക്ഷകരിൽ കൗതുകവും ചിരിയും ഉണർത്തുന്നുണ്ട്. അതുപോലെ അഹാന എന്ന വക്കീൽ കലക്കിയിട്ടു. കേസ് വിസ്തരിക്കുമ്പോൾ ഇര പറയേണ്ട മറുപടികൾ അവ വീണ്ടും ഫ്ലാഷ് ബാക്കിൽ കേൾപ്പിച്ചത് ചില അരോചകവും ഉളവാക്കുന്നതാണ്. എന്നാൽ ശക്തമായ കുറെ ഡയലോഗുകൾ പ്രേക്ഷകർ നിറഞ്ഞ കയ്യൊടിയോടെ സ്വീകരിച്ചു. ഇരയാക്കപ്പെട്ടവർ മുഖമില്ലാതെ, പേരില്ലാതെ ഒളിച്ചു ജീവിക്കുമ്പോൾ നട്ടെല്ല് വിരിച്ച് പ്രതികൾ നാടെങ്ങും സുഖിച്ച് മതിച്ചു ജീവിക്കുന്ന അവസ്ഥ മാറട്ടെ എന്ന് നമുക്കും ആശംസിക്കാം.